നീ വേഗം റെഡി ആയിട്ട് ഇറങ്ങുവാണെങ്കിൽ നിന്നെ അമ്പലത്തിൽ ഇപ്പൊ കൊണ്ടുപോകാന്നും പറഞ്ഞ ഏട്ടൻ പറഞ്ഞപ്പോ തന്നെ ഞാൻ പെട്ടെന്ന് അങ്ങ് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. കാര്യം കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്ലാൻ അങ്ങ് മാറ്റും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ അന്നേരം തന്നെ കേട്ട പാതി തന്നെ പോയി കുളിച്ച് റെഡി ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഏട്ടനാണെങ്കിൽ അമ്പലത്തിൽ പോവാന്ന് പറയണ ഭയങ്കര വീക്ക്നെസ് ആട്ടോ. അപ്പൊ അതേ കണക്ക് ഏട്ടൻ്റെ കൂടെ കൂടി ഇപ്പൊ ഞാനും അങ്ങനെ അമ്പലത്തിലോട്ട് അങ്ങ് പോവാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. എപ്പോഴും അങ്ങ് അമ്പലത്തിൽ പോവാം പുറത്തോട്ട് പോവാന്ന് പറഞ്ഞാൽ അപ്പോഴേ ഞങ്ങൾക്ക് രണ്ടാൾക്കും അമ്പലത്തിൽ പോകാനാണ് താല്പര്യം കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ദിവസങ്ങളിൽ ഏട്ടൻ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് പുറത്തോട്ട് പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് റെഡി ആവും കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ അടുത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയാൻ ബാക്കി വെച്ച കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഓടുന്നത്. പിന്നെ വീട്ടിൽ വെറുതെ ഇരിക്കുമല്ലേ ഞാൻ. അപ്പൊ പുറത്തോട്ട് പോകാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പം ഞാൻ പുറത്ത് പോകാന്ന് പറഞ്ഞാൽ അപ്പോഴേ എനിക്ക് അമ്പലത്തിൽ പോകണം. അതാണ്. അതുപോലെ തന്നെയാണ് ഏട്ടനും അമ്പലത്തിൽ പോകാനാണ് കേട്ടോ താല്പര്യം. അപ്പൊ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ ഈ വെറുതെ ഇരിക്കുന്ന ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചു കൂട്ടുമല്ലോ. അപ്പൊ അതൊക്കെ പോയി ഭഗവാന്റെ അടുത്ത് പറയാന്ന് പറയുമ്പോൾ അതൊരു സമാധാനം തന്നെയാണ്. നമ്മൾ എപ്പോഴും വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നോണ്ടാണോ എന്ന് അറിയത്തില്ല, ഞങ്ങളെ ദൈവം ഇത്തിരി കഷ്ടപ്പെടുത്താറുണ്ട് കേട്ടോ. ചിലപ്പോൾ പരീക്ഷിക്കുന്നതായിരിക്കും. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഒരു അരമണിക്കൂർ യാത്ര ചെയ്താലാണ് കേട്ടോ ഈ അമ്പലത്തിലോട്ട് എത്തുക. അപ്പൊ ഞങ്ങൾ അങ്ങനെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അമ്പലം മനസ്സിലായവരൊന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ അമ്പലത്തിലെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.